ഹോ 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 ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പരമാനന്ദമാധവം സർവവേദാന്തസിദ്ധാന്ത ഗോചരം തമഗോചരം ഗോവിന്ദം പരമാനന്ദം സദ്ഗുരും പ്രണതോസ്മ്യഹം. സദ്ഗുരും പ്രണതോസ്മ്യഹം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് 375 ശ്ലോകം വരെയാണ്. 375 ശ്ലോകം ഒന്നുകൂടി വായിച്ചിട്ട് നമുക്ക് തുടങ്ങാം. വൈരാഗ്യബോധോ പുരുഷസ്യ പക്ഷിവത് പക്ഷോ വിജാനീഹി വിചക്ഷണത്വം വിമുക്തി സൗധാഗ്രതല തല എന്നുള്ളൊരു പാഠഭേദം ഉണ്ട് കേട്ടോ. വിമുക്തി സൗധാഗ്രലതാധിരോഹണം താഭ്യാം വിനാ നാന്യതരേണ സിദ്ധ്യതി. അപ്പം ത്വം വിജാനീഹി, നിങ്ങൾ മനസ്സിലാക്കിയാലും. എന്താ മനസ്സിലാക്കേണ്ടത്? വൈരാഗ്യവും ബോധവും സ്വരൂപബോധം ഇത് രണ്ടും വേണം വിമുക്തിയാകുന്ന സൗധത്തിൻ്റെ മുകളിലേക്ക് പറക്കണമെങ്കിൽ. പക്ഷിയുടെ 2 ചിറകു പോലെയാണ് ഈ വൈരാഗ്യവും അതുപോലെ തന്നെ ശുദ്ധജ്ഞാനവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അത്യന്തവൈരാഗ്യ വദസമാധിഃ സമാഹിതസ്യൈവ ദൃഢഃപ്രബോധഃ പ്രബുദ്ധതത്വസ്യ ഹി ബന്ധമുക്തിഃ മുക്താത്മനോ നിത്യ സുഖാനുഭൂതിഃ. അത്യന്തവൈരാഗ്യവദസമാധിഃ സമാഹിതസ്യൈവ ദൃഢഃപ്രബോധഃ പ്രബുദ്ധതത്വസ്യ ഹി ബന്ധമുക്തിഃ മുക്താത്മനോ നിത്യസുഖാനുഭൂതിഃ. അത്യന്തവൈരാഗ്യവദഃ സമാധിഃ. അത്യന്തം വൈരാഗ്യവദഃ എന്ന് വെച്ചാൽ അത്യന്തം വൈരാഗ്യമുള്ളയാൾ. എന്തിനോട് വൈരാഗ്യം? ആത്മാവിനോട് ഒഴികെ ബാക്കി എല്ലാത്തിനോടും അല്ലേ? ആത്മവസ്തുവിനോട് അത്യന്തം അറ്റാച്ച്മെൻ്റാണ് വേണ്ടത്. ആത്മാവിനോട് അത്യന്തം രാഗമാണ് വേണ്ടത്. ആത്മസ്വരൂപം അതിനോട് താല്പര്യം വേണം. ഇല്ല എങ്കിൽ ഇതൊന്നും നടക്കില്ലല്ലോ. അപ്പോൾ ആത്മവസ്തു ഒഴികെയുള്ള ബാക്കി എല്ലാറ്റിനോടും അത്യന്തം വൈരാഗ്യമുള്ളവൻ. കാരണം എന്താ? ഈ അത്യന്തം വൈരാഗ്യമൊക്കെയാണ് ഇവിടെ ഡിമാൻഡ് ചെയ്യുന്നത്. വളരെ കുറച്ച് ഡിമാൻഡൊന്നുമല്ല വേദാന്തം വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വേദാന്തം വളരെ കുറച്ച് പേർക്കേ ആസ്വദിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത് വളരെയധികം ഡിമാൻഡാണ് വെക്കുന്നത്. അത്യന്ത വൈരാഗ്യം ഉണ്ടെങ്കിലേ സമാധി സാധ്യമാകുകയുള്ളൂ. സമാധി എന്നുള്ളത് ഇവിടെ മനസ്സിൻ്റെ ശാന്തത എന്നർത്ഥം. വൈരാഗ്യം ഉണ്ടെങ്കിലാണ് സമാധി. അതായത് മനസ്സിൽ ശാന്തി ഉള്ളവനെ സമാഹിതസ്യൈവ ദൃഢപ്രബോധഃ. മനസ്സിൽ ശാന്തി ഉള്ളവനെ ക്ലിയർ ആയിട്ടുള്ള നോളജ്, സ്ഫുടജ്ഞാനം അത് ഉണ്ടാകുകയുള്ളൂ. മനസ്സിൽ ശാന്തി ഉള്ളവനെ അത് സാധിക്കുകയുള്ളൂ.
അല്ലേ? സാധാരണ ഒരു വേറെ ഏതെങ്കിലും ഒരു ലൗകിക അല്ലെ ഒരു ഭൗതിക ജ്ഞാനം നേടണമെങ്കിൽ പോലും നമ്മൾ പലപ്പോഴും പലതും ഒക്കെ വേണ്ടാന്ന് വെച്ചിട്ട് എല്ലാത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ചിരുന്നാലാണ് ഒരു ഒരു ഗ്രന്ഥം അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ ഗവേഷണം ചെയ്യുന്നവരോ ഒക്കെ അങ്ങനെയാണ്. എല്ലാത്തിൽ നിന്നും ആ സമയത്ത് തൻ്റെ കുഞ്ഞു പോലും അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് ഒന്ന് കൊണ്ടുപോകാമോ എന്നൊക്കെ ഒന്ന് ചോദിച്ചെന്നിരിക്കും അല്ലേ? അപ്പോൾ വൈരാഗ്യം ഉണ്ടോ? അങ്ങനെ വരുമ്പോൾ മാത്രം എല്ലാത്തിൽ നിന്നും മനസ്സിന് വിടുതൽ പ്രാപിച്ചാൽ മാത്രമേ ആ മനസ്സ് ശാന്തിയിൽ നിൽക്കുകയുള്ളൂ. അപ്പോൾ ശാന്തമായിട്ടുള്ള മനസ്സിലെ ജ്ഞാനവും ഉദിക്കുകയുള്ളൂ. അപ്പോൾ പ്രബുദ്ധ തത്വസ്യ ജ്ഞാനത്തിലേക്ക് ഉണർന്നവനെ മുക്തി സാധിക്കുകയുള്ളൂ. പ്രബുദ്ധ തത്വസ്യ ഒരുവൻ അതിലേക്ക് ഉണരണം. ആ തത്വത്തിലേക്ക് ഉണർന്നവന് മാത്രമേ, പ്രബുദ്ധനായിട്ടുള്ളവന് മാത്രമേ മുക്തി ഉണ്ടാകുകയുള്ളൂ. മുക്തനെ നിത്യസുഖാനുഭൂതി, മുക്തനെ ആ ആനന്ദം ലഭിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നിത്യസുഖാനുഭൂതി എന്ന് വെച്ചാലോ ജീവൻ മുക്തി ആനന്ദമാണ്. അപ്പോൾ ഈ വൈരാഗ്യം എന്നുള്ള പദമേ പലർക്കും ഇഷ്ടമല്ല. അങ്ങനെയൊക്കെ പല പദങ്ങളുണ്ട് കേട്ടോ. വൈരാഗ്യം എന്നുള്ള പദം ഇഷ്ടമില്ല. പിന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന പദമല്ല വൈരാഗ്യം. അതുപോലെ തന്നെ തപസ്, ത്യാഗവും അങ്ങനെ തന്നെ. കേൾക്കാനൊക്കെ വളരെ ഒരു നല്ലൊരു പദമാണ് എങ്കിലും അതിനെയും അത്ര ഇഷ്ടപ്പെടില്ല. ത്യാഗം, തപസ്, ബ്രഹ്മചര്യം എന്നുള്ളത് പിന്നെ പറയാനുമില്ല. പിന്നെയും ഉണ്ട് കേട്ടോ ധമ, ഉപരമ, ഇതൊന്നും. അപ്പോൾ ഇതൊന്നും ഇഷ്ടമല്ലാത്തവരാണ് നമ്മളിൽ അധികവും. ഈ പദങ്ങളെ കേൾക്കുന്നത് ഇഷ്ടമല്ലാത്തതാണ്. ആചാര്യ ഭഗവാൻ പറയുകയാണ് വൈരാഗ്യത്തെക്കാൾ വലുതായിട്ടുള്ള ഒരു സുഖം ഇല്ല എന്നാണ്. അടുത്ത ശ്ലോകം വളരെ മനോഹരമായിട്ടുള്ള ശ്ലോകം. ഇതിനു മുമ്പ് ഭജഗോവിന്ദത്തിൽ നമ്മൾ കണ്ടിരുന്നുവല്ലോ അല്ലേ? സുരമന്ദിര തരുമൂലനിവാസ ശയ്യാഭൂതലം അജിനം വാസം സർവപരിഗ്രഹ ഭോഗത്യാഗ കസ്യ സുഖം. ഞാൻ കറക്റ്റാണോ ചെല്ലുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. കസ്യ സുഖം ന കരോതി വിരാഗ. വിരക്തി ഉള്ളവന് അവിടെ അപ്പോൾ സുഖമില്ലാത്തത് എവിടെയാണ് എങ്കിലും അല്ലേ? ചില ആളുകൾ കാണാൻ പാടില്ല, വീണോടും വിഷ്ണു ലോകമാണ്. എവിടെ കിടന്നാലും ബസ്സിലാണെങ്കിൽ ഇങ്ങനെ നിന്നുറങ്ങുന്ന ആളുകളെ കാണാം. അതിലുമൊക്കെ എത്രയോ മടങ്ങാണ് ഒരു വൈരാഗ്യയുടെ ആനന്ദം എന്നുള്ളത്. അപ്പോൾ അതിനു മുമ്പ് ഈ ശ്ലോകം ഒന്നുകൂടി വായിച്ചിട്ട് നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. അത്യന്ത വൈരാഗ്യവദസമാധി സമാഹിതസ്യൈവ ദൃഢപ്രബോധഃ പ്രബുദ്ധതത്വസ്യ ഹി ബന്ധമുക്തിഃ മുക്താത്മനോ നിത്യസുഖാനുഭൂതിഃ വൈരാഗ്യാത് ന പരം സുഖസ്യ ജനകം പശ്യാമി വശ്യാത്മനഃ തച്ചേത് ശുദ്ധതരാത്മബോധസഹിതം സ്വരാജ്യ സാമ്രാജ്യ ദുഃഖം ഏതദ്വാരമജസ്രമുക്തി യുവദേഹേ യസ്മാത്വമസ്മാത് പരം സർവത്രാ സ്പൃഹയാ സദാത്മനി സദാ പ്രജ്ഞാം കുരു ശ്രേയസേ വൈരാഗ്യാന്ന പരം സുഖസ്യ ജനകം പശ്യാമി വശ്യാത്മനഃ തച്ചേത് ശുദ്ധതരാത്മബോധസഹിതം സ്വരാജ്യ സാമ്രാജ്യ ദുഃഖം ഏതദ്വാരമജസ്രമുക്തി യുവദേഹേ യസ്മാത്വമസ്മാത് പരം സർവത്ര സ്പൃഹയാ, അസ്പൃഹ എന്നാണ് ആ വാക്ക്, സർവത്ര സ്പൃഹയാ സദാത്മനി സദാ പ്രജ്ഞാം കുരു ശ്രേയസേ. ന പശ്യാമി ഞാൻ കാണുന്നു, ന പശ്യാമി ഞാൻ കാണുന്നില്ല, നീ എന്താ കാണാത്തത് എന്നാണെങ്കിൽ ഇത് ആചാര്യ ഭഗവാൻ പറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ. അങ്ങ് എന്താണ് കാണാത്തത്? ന പശ്യാമി സുഖസ്യ ജനകം പരം, ഇതിനേക്കാളും വലിയ ഒരു സുഖത്തിൻ്റെ സ്രോതസ്സ് ഞാൻ കാണുന്നില്ല. ഏതിനേക്കാളും വലിയത്? വൈരാഗ്യാത് ന പരം സുഖസ്യ ജനകം പശ്യാമി. വൈരാഗ്യത്തെക്കാൾ പരമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സുഖമുണ്ടോ? എനിക്കറിയില്ല, ഞാൻ കാണുന്നില്ല. അഹം ന പശ്യാമി. ആർക്കാ ഇങ്ങനെ തോന്നുക? വശ്യാത്മനഃ. വശ്യാത്മനഃ എന്ന് വെച്ചാലോ ആത്മനിയന്ത്രണം ഉള്ള ഒരാൾക്കേ ഇങ്ങനെ പറയാൻ സാധിക്കുകയുള്ളൂ. ആത്മനിയന്ത്രണം. ഇപ്പം സാധാരണ ലോകത്തിലെ ആളുകളുടെ വിചാരം എന്താ? നമ്മളോട് ഒരിക്കലും ഒരു പയ്യൻ പറയുകയാണ്,
കുറച്ച് കാലം മുമ്പിട്ടാണ് കേട്ടോ, കുറച്ച് കാലത്തിന് മുന്നേ ഒരു കുട്ടി പറയുകയാണ്, അതായത് ജീവിതത്തിലെ സുഖം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നും എന്താ പലതരത്തിലുള്ള വിഭവങ്ങൾ കൂട്ടിയുള്ള ഊണ്, പിന്നെയോ എന്താ ഒരുപാട് ധനം, ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ എല്ലാവരും എന്താ ഇതൊക്കെയാണ് ഈ വിഷയവസ്തുക്കളെ ഇങ്ങനെ നേടിയെടുത്ത് അനുഭവിക്കുക. അങ്ങനെ അനുഭവിക്കുന്നവനാണ് സുഖം എന്നാണ് ആ ചെറുപ്പക്കാരൻ്റെ വെപ്പ്. ആ ചെറുപ്പക്കാരൻ്റെ വെപ്പ് മാത്രമൊന്നുമല്ല, എല്ലാവരുടെയും വിചാരം ഇങ്ങനെയാണ്. സാധാരണ ജനങ്ങളുടെ വിചാരം ഇങ്ങനെയാണ്. ഒരുപാട് വിഷയവസ്തുക്കളുണ്ടോ വീട്ടിൽ, ഒരുപാട് സൗകര്യങ്ങൾ എന്ന് വെച്ചാൽ പലതരത്തിലുള്ള മോഡേൺ ആയിട്ടുള്ള ടെക്നോളജി വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയില്ല അതേക്കുറിച്ചൊന്നും. എന്തായാലും ഇതൊക്കെ ഉള്ളവനാണ് സുഖം എന്നാണ് കരുതുക. ഒരുപാട് ധനമുണ്ടോ, ഒരുപാട് കാര്യങ്ങൾ വാങ്ങാം, എന്നിട്ടോ ഒരുപാട് സുഖം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ധനികന്മാരൊക്കെ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കണമല്ലോ. ധനികന്മാരും ആത്മഹത്യ ചെയ്യുന്നൊക്കെ ഉണ്ട് അല്ലേ, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഇതിന് വിപരീതമാണ്. ഇതിൽ നിന്നൊക്കെ വിടുതൽ പ്രാപിക്കുന്ന വശ്യാത്മനഃ ഇതിൽ നിന്നെല്ലാം വിടുതൽ, ഇതിൽ നിന്നുമൊക്കെ മനസ്സിനെ നിയന്ത്രിച്ച് കൊണ്ടുവന്നിട്ടുള്ളവനാണ്. തത് ആ വൈരാഗ്യം എങ്ങനെയുള്ളതായിരിക്കണം? ശുദ്ധതരാത്മബോധസഹിതം, ആത്മജ്ഞാനത്തിൻ്റെ അകമ്പടിയോടുകൂടിയുള്ള വൈരാഗ്യമായിരിക്കണം. കിട്ടാത്ത മുന്തിരി പുളിക്കുന്ന കുറുക്കം പറഞ്ഞ പോലെ ആയിരിക്കരുത്. എനിക്കിതൊക്കെ ഞാൻ കഷ്ടപ്പെട്ടു, എന്നിട്ട് ഇതൊന്നും എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് അതൊന്നും കൊള്ളില്ല, അങ്ങനെയല്ല. ശുദ്ധജ്ഞാനത്തിൻ്റെ അകമ്പടിയോടുകൂടിയുള്ള വൈരാഗ്യമാണ്. ജ്ഞാനത്താലാണ് ഇതിൽ ആത്മജ്ഞാനത്തിൽ നിന്നാണ് എനിക്ക് ഈ വൈരാഗ്യം ദൃഢമാക്കിയെടുക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിലേ സാധിക്കുകയുള്ളൂ കേട്ടോ. അല്ലാതെ ലോകത്തിലെ സുഖങ്ങളിൽ പതിഞ്ഞിരിക്കുന്ന ദുഃഖത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഒരുവന് വൈരാഗ്യമുണ്ടാകും. ആ വൈരാഗ്യത്തിൻ്റെ ദൃഢത ആത്മാനാത്മ വിവേകം കൂടി വരുമ്പോഴാണ്, ആ വിവേകം ഉറയ്ക്കുമ്പോഴാണ് ദൃഢമാകുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി ശുദ്ധജ്ഞാനത്തിൻ്റെ അകമ്പടിയോടുകൂടിയ ആ വൈരാഗ്യമുണ്ട് എങ്കിൽ സ്വരാജ്യ സാമ്രാജ്യ ദുഃഖ, അങ്ങനെയുള്ള ആള് സ്വരാജ്യം എന്ന് വെച്ചാലോ, നിങ്ങളുടെ രാജ്യത്തിലെ രാജാവ് നിങ്ങൾ തന്നെയാണ്. പിന്നെ ആ രാജാവാണ് സ്വരാജ്യം, രാജ്യവും നിങ്ങളുടേതാണ്, രാജാവും നിങ്ങളാണ്. പിന്നെയോ സാമ്രാജ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ, സ്വരാജ്യം അന്തർലോകത്തിലെ അല്ലെങ്കിൽ അന്തർവൃത്തികളെ പറയുകയാണ് എങ്കിൽ, സാമ്രാജ്യം എന്ന് വെച്ചാൽ ഈ പുറം ലോകത്തിൻ്റെയും അധിപതി നിങ്ങൾ തന്നെയാണ്. പുറമേയുള്ള ലോകവും ഉണ്ട്, പുറമേയുള്ള ലോകം ഉണ്ട് എങ്കിലും ഇല്ല എങ്കിലും ഒരു പ്രശ്നവും ഇല്ല. ആ ഒരവസ്ഥ. അപ്പോൾ അന്തർലോകത്തിലെ രാജാവ് മാത്രമല്ല, ബഹിർലോകത്തിലെ രാജാവും ആണ്. സമ്രാട്ട് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വിസ്തൃതമാണ് അല്ലേ, രാജാവിനേക്കാളും വലുതാണ് സമ്രാട്ട്, ചക്രവർത്തിയാണ്. വൈരാഗ്യാന്ന പരം സുഖസ്യ ജനകം പശ്യാമി വശ്യാത്മനഃ തച്ചേത് ശുദ്ധതരാത്മബോധസഹിതം, ആത്മബോധസഹിതമായിട്ടുള്ള വൈരാഗ്യം വേണേ. പിന്നെയോ സ്വരാജ്യ സാമ്രാജ്യ ദുഃഖ, ഇതാണ് ഏതദ്വാരം, ഇതാണ് ആ മാർഗം. എവിടെ എത്താനുള്ള മാർഗം? ഇവിടെ പറഞ്ഞിരിക്കുന്നു ഏതദ്വാരമജസ്രമുക്തി യുവദേഹേ. മുക്തിയെ ഇവിടെ ഒരു സ്ത്രീയോടെ ഉപമിച്ചിരിക്കുന്നത്. സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ മുക്തിയാകുന്ന സ്ത്രീയെ വേണമോ? അതിപ്പോൾ സാധകനോട് പറയാം. സാധകയാണെങ്കിലോ മുക്തി പുരുഷൻ അല്ലേ. എന്തായാലും മുക്തി മോക്ഷപുരുഷനാണ് എങ്കിലും മുക്തി യുവതിയാണ് എങ്കിലും മുക്തി പ്രാപിക്കാനുള്ള മാർഗം ഇതാണ്. വൈരാഗ്യം പ്ലസ് ആത്മസ്വരൂപ ജ്ഞാനം, ശുദ്ധജ്ഞാനം. അജസ്രമുക്തി യുവദേഹേ യസ്മാത് പരസ്മാത് പരം.
അപ്പോൾ ഈ വൈരാഗ്യം അല്ലേ, അസ്പൃഹ എന്നാണ്. പിന്നെ സർവത്ര സ്പൃഹയാ സദാത്മനി സദാ പ്രജ്ഞാം ഗുരു ശ്രേയസേ. അപ്പോൾ ഈ തരത്തിലുള്ള സാമ്രാജ്യത്തെ നേടാൻ വേണ്ടിയിട്ട് മുക്തി യുവതിയെ പ്രാപിക്കാനുള്ള മാർഗമാണിത്. അപ്പോൾ അതുകൊണ്ട് ഈ പുറമേക്കും അന്തർവൃത്തികളിൽ നിന്നുള്ള അന്തർവൃത്തികളിൽ നിന്നും വിടുതൽ പ്രാപിച്ച് പുറമേക്കുള്ള വൃത്തിയിൽ നിന്നും ഒക്കെ വിടുതൽ പ്രാപിച്ച് എപ്പോഴും അജസ്രം, എപ്പോഴും നമ്മളുടെ മനസ്സ് ആ ആത്മസ്വരൂപത്തിൽ തന്നെ വയ്ക്കൂ. പ്രജ്ഞാം ഗുരു ശ്രേയസേ, ശ്രേയസ്സിനായിക്കൊണ്ടിട്ട്. ശ്രേയസേ എന്നുള്ളതോ ഏറ്റവും ആത്യന്തികമായിട്ടുള്ള ശ്രേയസ്, ആത്യന്തികമായിട്ടുള്ള ശ്രേയസ്സും പ്രേയസ്സും നമ്മൾ കണ്ടതാണ് അല്ലേ. പ്രേയസ് എന്നുള്ളത് ഈ കാണുന്ന അല്ലെങ്കിൽ ഈ സംസാരിക തലത്തിലുള്ളതാണ് പ്രേയസ് എങ്കിൽ, ശ്രേയസ് ആത്യന്തികമായിട്ടുള്ള നന്മയാണ്. അത് ആത്മജ്ഞാനം തന്നെയാണ്, ആത്മനിഷ്ഠ തന്നെയാണ്. അതിനെ നേടണമെങ്കിലോ അസ്പൃഹ എന്ന് വെച്ചാലോ എല്ലാറ്റിൽ നിന്നും സ്പൃഹയെ കളഞ്ഞ് ആ ഒരു ആഗ്രഹത്തെ ഇല്ലാതാക്കി വിരക്തി നേടി ആത്മാവിൽ തന്നെ സദാ ആത്മനി പ്രജ്ഞാം കുരു ശ്രേയസേ, ആത്മാവിൽ തന്നെ ബുദ്ധിയെ ഉറപ്പിക്കും. അപ്പോൾ വിരക്തനെ രാഗം രാഗമാണ് നമ്മളുടെ അവസ്ഥ എങ്കിലോ അത് നമ്മെ എപ്പോഴും അസ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുക. നമ്മൾക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടാകില്ല. ആശ്രയമാണ്, എപ്പോഴും ഡിപ്പെൻഡൻ്റാണ് അല്ലേ. ഒരാളെ എനിക്ക് വളരെയധികം ഇഷ്ടമാണ് എങ്കിൽ പിന്നെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന രീതിയിൽ ഒക്കെ വേണ്ടേ ചെയ്യാനായിട്ട്. അത് അവിടെ കാരണം എന്താ? രാഗം കൊണ്ടാണ്. എനിക്ക് ആരോടും ഒരു രാഗവും ഇല്ല എങ്കിൽ നമുക്കാരെയും ഒരു വിധേയത്വമൊന്നും ആവശ്യമില്ല അല്ലേ. ആരോടും രാഗമില്ല. ഈ രാഗം നമ്മെ ആശ്രയത്വത്തിലേക്കാണ് നയിക്കുന്നത്. ആശ്രയം എന്ന് പറഞ്ഞാൽ പരാശ്രയം എന്ന് വെച്ചാൽ ദുഃഖം, അടിമത്വം അല്ലേ. അപ്പോൾ വൈരാഗ്യം എന്നുള്ളതാണെങ്കിലോ അത് സ്വാതന്ത്ര്യമാണ്. എൻ്റെ രാജ്യത്തിലെ രാജാവ് ഞാനാണ്, സമ്രാട്ടാണ്. ചുമ്മാ രാജാവല്ല, സമ്രാട്ടാണ്, ചക്രവർത്തിയാണ്. രാഗമുണ്ടോ ഭയം ഉണ്ടാവും. ആ കിട്ടിയ വസ്തു നഷ്ടപ്പെട്ടു പോകുമോ, നേടിയില്ല എങ്കിൽ ദുഃഖം, നേടിയാൽ അതിനി ആരെങ്കിലും തട്ടിക്കൊണ്ടു പോകുമോ, നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയമുള്ളവന് സുഖമുണ്ടോ, ഭയമുള്ളവന് ശാന്തിയുണ്ടോ? അപ്പോൾ വിരക്തിയുണ്ടോ? വിരക്തനെ ആർക്കും വിരട്ടാൻ പറ്റില്ല. എന്തെങ്കിലും നിന്നെ ഞാൻ ഇവിടുന്ന് ഈ ജോലിയിൽ നിന്ന് പിരിച്ചു വിടും, വേറെ ജോലി കിട്ടും, അല്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. അതിലോട് ആസക്തിയായിട്ടിരിക്കുന്നവനല്ലേ ആ വിരട്ടലിൽ ഭയം ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ വിരക്തനെ ആർക്കും വിരട്ടാനും പറ്റില്ല. വൈരാഗ്യമുള്ളവനെ ശാന്തി ഉണ്ടാകുകയുള്ളൂ. ശാന്തിയുള്ളവനെ ആത്മജ്ഞാനവും ഉണ്ടാവുകയുള്ളൂ. മനസ്സിൽ ശാന്തി ഉണ്ടെങ്കിലേ ഈ ജ്ഞാനം ശോഭിക്കുകയുള്ളൂ. ജ്ഞാനവും വൈരാഗ്യവും ഉണ്ടെങ്കിലേ മുക്തി ഉണ്ടാകുകയുള്ളൂ. മുക്തി ഉണ്ടെങ്കിലേ നിത്യസുഖം ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ വൈരാഗ്യം സുഖം തന്നെയാണ്. വൈരാഗ്യമാണ് സ്വാതന്ത്ര്യം, വൈരാഗ്യമാണ് അഭയം, ഭയമില്ലാത്ത അവസ്ഥ. അപ്പോൾ സാധാരണ പറയും വൈരാഗ്യം, സ്വർണത്തിന് സുഗന്ധം കൂടി ഉണ്ടായെങ്കിലോ. സ്വർണത്തിന് സുഗന്ധമില്ല അല്ലേ. സ്വർണത്തിന് സുഗന്ധം കൂടി ഉണ്ടെങ്കിലത്തെ അവസ്ഥയെ പോലെയാണ് വൈരാഗ്യവും ശുദ്ധജ്ഞാനവും കൂടി ഉണ്ടെങ്കിൽ. പിന്നെ ഇതിൽ പരം ആനന്ദലബ്ധിക്ക് ഇനി എന്ത് വേണം? ഒന്നുകൂടി നമുക്ക് ഈ ശ്ലോകം വായിക്കാം. വൈരാഗ്യാന്ന പരം സുഖസ്യ ജനകം പശ്യാമി വശ്യാത്മനഃ തച്ചേത് ശുദ്ധതരാത്മബോധസഹിതം സ്വരാജ്യ സാമ്രാജ്യധുക് ഏതദ്വാരമജസ്രമുക്തിയുവദേഹേ യസ്മാത് ത്വമസ്മാത് പരം സർവത്ര സ്പൃഹയാ സദാത്മനി സദാ പ്രജ്ഞാം കുരു ശ്രേയസേ. അതുകൊണ്ട് എന്താ വേണ്ടത്? അടുത്ത ശ്ലോകം. ആശാം ചിന്തി വിശോപമേഷു വിഷയേഷു ഏഷൈവ മൃത്യോഃ കൃതിഃ त्यक्त्वा जातिकुलाश्रमेष्वभिमतिं मुञ्जादिदूरात् क्रियाः देहादावसति देहाद्
ദേഹാദൗ വസതി, ദേഹാദൗ അവസതി എന്നാണ് വാക്ക്. ദേഹാദാവസതി ത്യജാത്മദിഷണാം പ്രജ്ഞാം കുരുഷ്വാത്മനി ത്വം ദൃഷ്ടാസ്യമലോപി നിർദ്വയപരം ബ്രഹ്മാസി യദ്വസ്തുതഃ. ആശാം ഛിന്തി വിശോപമേഷു വിഷയേഷ്വേഷ്വൈവ മൃത്യോഃ കൃതിഃ त्यक्त्वा जातिकुलाश्रमेष्वभिमतिं मुञ्जाति दूरात् क्रियाः. देहादौ असदित्यजात्मदिषणां प्रज्ञां कुरुष्वात्मनि त्वं द्रष्टास्यमलोऽपि निर्द्वयपरं ब्रह्मासि യദ്വസ്തുതഃ. അപ്പം എന്താ ചെയ്യേണ്ടത്? ചിന്തി. ചിന്തി എന്ന് വെച്ചാൽ എന്ത് ചെയ്യണം? കട്ട് ചെയ്യുക. എന്തിനാണ് കട്ട് ചെയ്യേണ്ടത്? ആശാം ചിന്തി. ആശയെ, ദുരാശയെ അല്ലേ, ആശാഹി പരമം ദുഃഖം, വൈരാഗ്യം സുഖപ്രദം. ഭാഗവതം പറയുന്നു ആശാഹി, പിങ്കള പറയുന്നതാണ്. കാരണം അവൾ പിങ്കളയെ പോലെ ഇത് പറയാനായിട്ട് ഒരു അർഹത വേറെ ആർക്കുമില്ല. ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള സുഖങ്ങളും ഒക്കെ കണ്ട് ഒരുപാട് ധനമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഓരോരുത്തരെ തേടി ധനത്തിനായിക്കൊണ്ടിട്ട് ഇങ്ങനെ തേടി ഇരുന്ന് ഒരിക്കൽ രാത്രി ആയപ്പോഴേക്കും അവർ തൻ്റെ ആ മാളികയുടെ മുകളിൽ രാമൻ്റെ മറ്റോ ചിത്രം ഉണ്ടായി. ഇത് ആചാര്യന്മാർ പറയുന്ന ഒരു കഥയാണ് കേട്ടോ. ഇങ്ങനെ രാമൻ്റെ ചിത്രം ഉണ്ടായിരുന്നു എന്നൊന്നും ഭാഗവതത്തിലില്ല. രാമചന്ദ്രസ്വാമിയുടെ ചിത്രത്തിലേക്ക് നോക്കിയപ്പോൾ പിങ്കളയ്ക്ക് തോന്നുകയാണ് ഈ വിദേഹ നഗരത്തിൽ ഞാൻ മാത്രമേ ഇത്ര നീചമായിട്ടുള്ള വർക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ സുഖത്തിനായിക്കൊണ്ടിട്ട് ധനത്തിനായിക്കൊണ്ടിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നുള്ളൂവല്ലോ എന്നുള്ള അങ്ങനെ ഒരു നിമിഷം കൊണ്ട് അവൾക്ക് വൈരാഗ്യം ഉണ്ടാകുകയാണ്. എന്നിട്ട് അവളൊരു പാട്ട് പാടുകയാണ്, ആശാഹി പരമം ദുഃഖം വൈരാഗ്യം സുഖപ്രദം. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നു, ആചാര്യ ഭഗവാൻ പറഞ്ഞിരിക്കുന്നു, ആശാം ചിന്തി. ആശയെ, ദുരാശയെ, ഈ ക്രേവിങ്സ് ഉണ്ടല്ലോ, ഈ എന്താ ഒന്നിൻ്റെ പുറകെ ഈ വിഷയങ്ങളുടെ പിന്നാലെ വിഷയങ്ങൾ സുഖം തരും എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരക്കം പാച്ചിൽ, വിഷയങ്ങളെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള വിഷയങ്ങളുടെ പിന്നാലെയുള്ള ഈ പരക്കം പാച്ചിൽ, അത് കിട്ടും എന്നുള്ള ആഗ്രഹത്തോടു കൂടി അതിനെ ചിന്തി കട്ട് ചെയ്യൂ. ആശാം ചിന്തി വിശോപമേഷു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ വിവേക ചൂടാമണിയിൽ തന്നെ ഒരു ശ്ലോകം കണ്ടിരുന്നു, ദോഷേണ തീവ്രോ വിഷയഃ കൃഷ്ണസർപ്പവിഷാദപി. അതായത് കൃഷ്ണസർപ്പം, മൂർഖനേക്കാളും വിഷമാണ് വിഷയങ്ങൾക്ക്. കരിമൂർഖനേക്കാളും വിഷമാണ് ഈ വിഷയങ്ങൾക്ക്. കുറച്ച് വളരെ ശക്തമായ ഭാഷയിലാണ് ആചാര്യ ഭഗവാൻ അവിടെ പറഞ്ഞത്. കാരണം എന്താ? വിഷം നിഹന്തി ഭോക്താരം. വിഷം പാമ്പൊന്ന് കൊത്തിയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു. പാമ്പൊന്ന് കൊത്തിയാലേ അവൻ തീരുകയുള്ളൂ. പക്ഷേ എങ്കിൽ ഈ വിഷയങ്ങൾ അങ്ങനെയല്ല. ദൃഷ്ടാരം ചക്ഷുഷാഭ്യയം. ഈ കണ്ണുകൊണ്ടൊന്ന് വിഷയങ്ങളെ ഒന്ന് കണ്ടാലോ അല്ലെങ്കിൽ ഒന്ന് തൊട്ടാലോ, ഇനി അല്ലെങ്കിൽ വിഷയങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നാലും മതി, തീർന്നു. കൊന്നു, അവൻ നശിച്ചു അല്ലേ? അപ്പോൾ ഇതാണ്. അതുകൊണ്ട് എന്താ വേണ്ടത്? ആശാം ചിന്തി വിഷം പോലെയുള്ള ഈ ആശാദികളെ അല്ലെങ്കിൽ ആശയെ, ദുരാശയെ ഇല്ലായ്മ ചെയ്യൂ, കട്ട് ചെയ്യൂ. വിഷയേഷ്വേഷൈവ മൃത്യോ കൃതിഃ ഏഷഃ ഏവ മൃത്യുഃ. ഇത് തന്നെയാണ് മരണം. നമ്മൾ സാധാരണ വിചാരിക്കും യമരാജൻ പോത്തിൻ്റെ പുറത്ത് കയറി വന്ന് പാശം കൊണ്ട് അന്തകൻ കെട്ടി വലിക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാത്തിരിക്കും, പല രൂപത്തിലൂടെ വരണമെന്നൊക്കെ. പക്ഷേ ഈ രൂപത്തിലൂടെയും വരും യമരാജൻ. ഇതും ഏഷഃ ഏവ മൃത്യു. ഇവൻ തന്നെയാണ് ഈ മൃത്യു. ഈ വിഷയങ്ങളുടെ പിന്നാലെയുള്ള ഈ പാച്ചിലും മരണം തന്നെയാണ്. അപ്പോൾ ആശയം എന്താ? ഈ വിഷയങ്ങളെ നേടിയെടുത്താൽ ഇത് മാത്രമേ എന്നെ തൃപ്തനാക്കുകയുള്ളൂ എന്നുള്ള ആശ. അതുകൊണ്ട് ആ വിഷയങ്ങളെ എനിക്ക് നേടണം എന്നുള്ള ആശ. എന്തിനാകുന്നത്? അത് മാത്രമേ എന്നെ തൃപ്തനാക്കുകയുള്ളൂ എന്നുള്ള രീതിയിലുള്ള ആശയെ കൊല്ലൂ. കാരണം എന്താ? ഇത് ഒരു തരത്തിലുള്ള മരണമാണ്, ഈ തരത്തിലുള്ള വിഷയങ്ങളുടെ പിന്നാലെയുള്ള പോക്ക്.
തെക്വാഭിമതിം തെക്വാ അഭിമതിം താതാത്മ്യം ഉപേക്ഷിക്കൂ. തെക്വാ എന്തിൻ്റെ താതാത്മ്യം? അഭിമതിം ഉള്ളത് താതാത്മ്യമാണ്. എന്താ ഏതിനെ ഉപേക്ഷിക്കേണ്ടത്? ജാതി, കുല, ആശ്രമ, അഭിമതിം. അതായത് ഞാൻ ഈ ജാതിയിൽപ്പെട്ട ആളാണ്, ഞാൻ ബ്രാഹ്മണ ജാതിയാണ് കേട്ടോ. അല്ലായെങ്കിൽ കുലം റോയൽ ഫാമിലി എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ആശ്രമമോ ബ്രഹ്മചര്യാശ്രമം അതോ ഒക്കെ അതിനേക്കാളേറെ ഞാൻ സാന്ദീപനി ഗ്രാജുവേറ്റാണ്. സാന്ദീപനി എന്നുള്ളതാണ്, അല്ലെങ്കിൽ വേറെ ആശ്രമങ്ങൾ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഈ താതാത്മ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതിനെയൊക്കെ മുഞ്ച ഉപേക്ഷിക്കൂ. പിന്നെയോ ദൂരാത് ക്രിയകളെയും കർമ്മത്തെ ഉപേക്ഷിക്കാൻ എനിക്ക് വലിയ ഇഷ്ടം. എങ്ങനെയുള്ള കർമ്മത്തെയാണ്? കർമ്മം കൊണ്ട് ചിത്തശുദ്ധി ഉണ്ടാകും. ആ കർമ്മത്തെ അല്ല, കർമ്മയോഗപരമായിട്ടുള്ള കർമ്മത്തെ അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കർത്തൃത്വം കൊണ്ട് ചെയ്യുന്നത്, ഞാനാണിത് ചെയ്യുക, അല്ലെങ്കിൽ എനിക്കിതിൻ്റെ ഫലം അനുഭവിക്കണം, ഇങ്ങനെയൊക്കെ ഭോഗത്തിനായിക്കൊണ്ടിട്ടുള്ള കർമ്മം, ഇവയൊക്കെയാണ് ഉപേക്ഷിക്കേണ്ടത്. ത്യജ ഉപേക്ഷിക്കൂ. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ആശാം ചിന്തി വിശോപമേഷു വിഷയേഷു ഏഷൈവ മൃത്യോഃ കൃതിഃ ത്യക്ത്വാ ജാതികുലാശ്രമേഷ്വഭിമതിം മുഞ്ചാതി ദൂരാത് ക്രിയാഃ ദേഹാദൗ അസതി ത്യജാത്മദിഷണാം പ്രജ്ഞാം കുരുഷ്വാത്മനി. അസതി ദേഹാദൗ ആത്മദിഷണാം ത്യജ. ആത്മദിഷണാം ത്യജ ഉപേക്ഷിക്കൂ. എന്തിനെ ഉപേക്ഷിക്കണു? ആത്മദിഷണ, ആത്മബുദ്ധിയെ. എന്തിലെ ആത്മബുദ്ധിയെ വച്ചിരിക്കുന്നത്? അസതി ദേഹാദൗ, ഈ ശരീരാദികളിൽ എങ്ങനെയുള്ള അസത്തായിട്ടുള്ള ഈ ശരീരാദികളിൽ ഞാനാണെന്നുള്ള ദിഷണ ആത്മബുദ്ധിയെ വെച്ചിരിക്കുകയാണ്. അത്ര അനാത്മനി അഹമിതി മതി ബന്ധഹേതു ബന്ധനം എന്താണെന്ന് ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു അല്ലേ? അത്ര അനാത്മനി അഹമിതി മതി, അനാത്മവസ്തുവിൽ ഞാനെന്നുള്ള ആ ബുദ്ധിയാണ് ബന്ധനത്തിന് ഇവിടെ ഹേതുവായിട്ടുള്ളത്. അതിനെ ഉപേക്ഷിക്കൂ. എന്നിട്ട് എന്താ വേണ്ടത്? കുരുഷ്വ പ്രജ്ഞാം ആത്മനി, ആത്മാവ് ആണ് ഞാൻ എന്ന് ഉറപ്പിക്കുക. ഈ ശരീരാദികളല്ല ഞാൻ, ഈ ശരീരാദികൾക്കുമൊക്കെ അധിഷ്ഠാനമായിട്ടുള്ള ആത്മവസ്തുവാണ് ഞാൻ, ആ സത്വസ്തുവാണ് ഞാൻ എന്നുള്ള ബുദ്ധിയെ ഉറപ്പിക്കുക. കുരുഷ്വ പ്രജ്ഞാം ആത്മനി. അങ്ങനെ ആയിട്ടുണ്ടെങ്കിലോ ത്വം ദൃഷ്ടാസി, അങ്ങ് കാണും. എന്ത്? അമലഹ അപി നിർദ്വയപരം ബ്രഹ്മാസി യത് വസ്തുതഃ. ആ വസ്തു, സത്യമായിട്ടുള്ള ആ വസ്തുവിനെ അങ്ങ് സാക്ഷാത്കരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈ വിഷയങ്ങളുടെ പിന്നാലെയുള്ള പരക്കം പാച്ചിൽ, വിഷയങ്ങൾ നേടിയെടുക്കാനുള്ള ആ ആഗ്രഹത്തെ ആദ്യം ഉപേക്ഷിക്കൂ. കാരണം അത് വിഷോപമാണ്, അല്ലെ വിഷം പോലെ ഉള്ളതാണ്. എന്നിട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ജാതി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വളരെയധികം അല്ലേ ജാതിയിലുള്ള അഭിമാനമൊക്കെ ഉണ്ട്. അതിനെയൊക്കെ ഉപേക്ഷിക്കൂ. ജാതിയിലുള്ള അഭിമാനം, ആശ്രമത്തിലുള്ള അഭിമാനം, ബ്രഹ്മചര്യ ആശ്രമത്തിലുള്ളതാണ്, സന്യാസാശ്രമത്തിലുള്ളതാണ്, ഇങ്ങനെയൊക്കെയുള്ള അഭിമാനം ഉണ്ടല്ലോ, ആ അഭിമാനത്തെയും ഇല്ലാതെയാക്കി അസതി ദേഹാദോ ആത്മദിഷണാം ത്യജ, അസത്തായിട്ടുള്ള ശരീരാദികളിൽ ഞാനെന്നുള്ള ആ ബുദ്ധിയെയും ത്യജിച്ച് എന്നിട്ട് കുരുഷ്വ പ്രജ്ഞാം ആത്മാവിൽ പ്രജ്ഞയെ അല്ലെങ്കിൽ ബുദ്ധിയെ ഉറപ്പിക്കൂ. അപ്പോഴങ്ങനെ ആകുമ്പോൾ എന്താകുന്നു? ആ വസ്തുവിനെ വസ്തുതഃ ആ സത്യത്തെ, പരമായിട്ടുള്ള അദ്വയമായിട്ടുള്ള ആ സത്യത്തെ നിഷ്കളമായിട്ടുള്ള ഒരു തരത്തിലുള്ള കളങ്കവുമില്ലാത്ത ആ വസ്തുവിനെ ദർശിക്കാനായിക്കൊണ്ടിട്ട് സാധിക്കും. ഒന്നുകൂടി നമ്മൾക്ക് ഈ 2 ശ്ലോകം വായിച്ചിട്ട് നമുക്ക് നിർത്താം അല്ലെ? ഇന്നെടുത്ത ഈ 3 ശ്ലോകങ്ങൾ. അത്യന്തവൈരാഗ്യവതഃ സമാധിഃ സമാഹിതസ്യൈവ ദൃഢപ്രബോധഃ
പ്രബുദ്ധതത്വസ്യ ഹി ബന്ധമുക്തിഃ മുക്താത്മനോ നിത്യസുഖാനുഭൂതിഃ വൈരാഗ്യാന്ന പരം സുഖസ്യ ജനകം പശ്യാമി വശ്യാത്മനഃ തച്ചേത് ശുദ്ധതരാത്മബോധസഹിതം സ്വരാജ്യസാമ്രാജ്യദുഃഖ ഏതദ്വാരമജസ്രമുക്തിയുവതേഃ യസ്മാത് ത്വമസ്മാത് പരം സർവത്ര സ്പൃഹയാ സദാത്മനി സദാ പ്രജ്ഞാം കുരു ശ്രേയസേ ആശാം ചിന്തി വിശോപമേഷു വിഷയേഷു ഏഷൈവ മൃത്യോഃ കൃതിഃ ത്യക്ത്വാ ജാതികുലാശ്രമേഷ്വഭിമതിം മുഞ്ചാതി ദൂരാത് ക്രിയാഃ ദേഹാദൗ അസദിത്യജാത്മദിഷണാം പ്രജ്ഞാം കുരുഷ്വാത്മനി ത്വം ദ്രഷ്ടാസ്യമലോപി നിർദ്വയപരം ബ്രഹ്മാസി യസ് വസ്തുതഃ. നമുക്ക് അടുത്ത ദിവസം നോക്കാം. പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഹരിഃ ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം.